സംഗീത സ്ട്രീം വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എഴുന്നേൽക്ക് ഇത്തിരി ലേറ്റായി, കാരണം പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നത് ഒരു 12:15 വരുമ്പോൾ. ഇപ്പോൾ എഴുന്നേൽക്കാൻ നേരം വൈകിട്ടോ. അപ്പോൾ ഇവരെ ഇന്ന് കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോകണം. രണ്ടുപേർക്കും തീരെ വയ്യ, ഉണ്ണിക്കുട്ടനും തീരെ വയ്യ, അമ്പാടിക്കും തീരെ വയ്യ. അപ്പോൾ രണ്ടുപേരും ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എഴുന്നേറ്റപ്പോൾ നേരം വൈകി, ഇവർക്ക് തിന്നാനുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, തക്കാളി ചമ്മന്തി. അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അമ്പാടി കരഞ്ഞിട്ട് വരണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവനെ എടുത്തു കൊണ്ടുവന്നൊന്ന് സമാധാനിപ്പിച്ചിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി അവനൊന്ന് കൊഞ്ചിച്ച് ഒന്ന് സെറ്റാക്കി. അല്ലെങ്കിൽ നമ്മൾ ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലാവും. അപ്പോൾ ഞാൻ ഒരു തുണ്ട് ചായ തരാമെന്നൊക്കെ പറഞ്ഞ് ഇത്തിരി ചൂട് ചായ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു നെഞ്ചിൻ്റെ അവിടെ ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആളാണെന്നുണ്ടെങ്കിൽ ചായയൊക്കെ കുടിക്കും കേട്ടോ. അമ്പാടി ചായ എന്ത് സാധനമായാലും ഇപ്പം തിന്നാൻ കൊടുത്ത് ചോറ് മാത്രമാണ് നമ്മൾ വാരി കൊടുക്കുള്ളൂ, ബാക്കി എന്ത് ഭക്ഷണവും തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചായ കൊടുത്ത് അവിടെ ഇരുത്തി, അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചേട്ടൻ അച്ഛനെ എവിടെയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയതാണ്. അപ്പോൾ അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവരെ അടുത്താക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ അവരെ അടുത്താക്കി കൊടുത്തു കേട്ടോ. എന്നാലാണ് അവരെ ഏൽപ്പിച്ചാലാണ് എനിക്ക് എൻ്റെ ബാക്കിയുള്ള പരിപാടികൾ കഴിയുള്ളൂ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി കണ്ടോ വെളിച്ചെണ്ണ നല്ല കട്ടയായിട്ടിരിക്കുകയാണ്, തണവായ കാരണേ. അപ്പോൾ ഇങ്ങനത്തെ ഇത്തിരി വായവട്ടുള്ള പാത്രത്തിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് ടീസ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുത്തി എടുക്കാമല്ലോ, മറ്റേ പ്ലാസ്റ്റിക് കുപ്പിൽ വയ്ക്കാൻ പറ്റില്ല, വേരില്ല. നമ്മുടെ ആ ഒരു ആവശ്യ നേരത്തെ നമുക്ക് അതിൽ നിന്ന് വെളിച്ചെണ്ണ കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ വായവട്ടുള്ള പാത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ടു കേട്ടോ. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചതാണ് കേട്ടോ അവിടെ കിടന്നിട്ട്, അവിടെ ഇരുന്നിട്ട് ചതച്ചതാണ് കല്ല് വെച്ചിട്ട്. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതാണ്, നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റണതാണ് നമ്മുടെ ഗോതമ്പ് ദോശ. പിന്നെ ഈ തക്കാളി ചമ്മന്തി ആകുമ്പോൾ രണ്ട് ഉപകാരമുണ്ട്. ഉച്ചയ്ക്ക് ചോറിനും കഴിക്കാം, പിന്നെ ഈ ദോശയുടെ കൂടെയും കഴിക്കാമല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാനൊന്നും എനിക്ക് നേരമില്ല. 11 മണിയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് പോകണം ഡോക്ടറെ അടുത്തേക്ക്. എഴുന്നേക്കാൻ നല്ലപോലെ ലേറ്റായി, രാത്രി ലേറ്റായിട്ട് വന്ന് കിടന്ന കാരണം. അപ്പോൾ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ എനിക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇടാന്ന് വെച്ചിട്ടാണ്, ഒന്ന് നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ. അപ്പോൾ ഞാൻ അവിടെ ക്ലീൻ ചെയ്യാണ് കേട്ടോ, സവാളയുടെ ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ പാദ്യമുറൊക്കെ ഒന്ന് തുടച്ച് വൃത്തി കൈയോടക്കാൻ തന്നെ തുടക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിലും ലാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നേരം കിട്ടില്ല. പിന്നെ കുറച്ച് പാത്രങ്ങൾ, രാവിലത്തെ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി അത് നല്ല പോലെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ രാവിലെ തന്നെ വെച്ചു, എഴുന്നേറ്റ് വന്ന വെച്ചനെ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ അരിയൊക്കെ ഇട്ട് വേഗം അത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചോറ് കൊടുക്കണ്ടേ, അപ്പോൾ ചോറ് ഞാൻ വേഗം വെച്ചു. അപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ട് ദേവാനന്ദിനും അമ്പാടിക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഭക്ഷണം കൊടുക്കാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അവർക്കുള്ള ഭക്ഷണം വേഗം ഉണ്ടാക്കണം കേട്ടോ. ഞങ്ങൾക്കും അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ടത്, തിന്നാൻ നേരം കിട്ടുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്പാടി കരഞ്ഞിട്ട് വന്നു കേട്ടോ. ദേവാനന്ദ അവനെന്തോ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്, അമ്മ ചേട്ട ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ അവനെ ചീത്ത പറഞ്ഞ് അവനൊന്ന് സമാധാനിപ്പിച്ചതാണ്. ചീത്ത പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ദോശ തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കസാരയിൽ പോയി ഇരിക്കുന്നു പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവനുള്ള ദോശ എടുക്കുകയാണ്. ഒരു ദോശ കഴിക്കും, ഒരു ദോശയും കുറച്ച് ചമ്മന്തി എടുത്തു കേട്ടോ. ഞാൻ വല്ലാണ്ട് എഴുതിയിട്ടിട്ടില്ല, ഉണ്ണി കഴിക്കണ കാരണം ഞാൻ വല്ലാണ്ട് എഴുതിയിട്ടിട്ടില്ല കേട്ടോ. കുറച്ച് എഴുതിയിട്ടിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ആ ദോശ ചമ്മന്തിയും കൂടിയിട്ട് കണ്ടോ തന്നെ കഴിക്കണം കേട്ടോ. ഈ 2.25 വയസ്സായിട്ടുള്ള കുട്ടി തന്നെ കഴിക്കും. എൻ്റെ 7 വയസ്സായിട്ടുള്ള മോനില്ലേ, അവൻ കഴിക്കില്ല. അവന് ഞാനിങ്ങനെ ഊട്ടി കൊടുക്കണം. സ്കൂളിൽ പിന്നെ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കണതെന്ന് എനിക്കറിയില്ല, പക്ഷെ വീട്ടിൽ അവൻ തന്നെ കഴിക്കാൻ വളരെ സ്ലോ ആണ്. നമുക്ക് ദേഷ്യം വരും അവനെ ഭക്ഷണം വെച്ച് അങ്ങനെ ഇരിക്കണം കാണുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിക്കണേലും ഭേദമല്ലേ നമ്മൾ വാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം വാരി കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും പിന്നെ സമയമായി. പിന്നെ എനിക്ക് കൂട്ടാണ്ടൊന്നും ഭക്ഷണം കഴിക്കാൻ നേരെ കിട്ടിയില്ല. ഞാൻ വേഗം മേല് കഴുകി വന്നിട്ട് ഞങ്ങൾ വേഗം
ഡ്രസ്സൊക്കെ മാറ്റി വണ്ടിയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വല്ല ചായ കുടിക്കാമെന്ന് ഉള്ള ഒരു പ്ലാനിങ്ങിലാണ് പോണത്. പിള്ളേർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല ചേട്ടൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടന് ഞങ്ങളവിടെ ഇറക്കിയിട്ട് ഓടാൻ പോവാമല്ലോ, അതിന് വേണ്ടി. ഇത് ഇവിടെ സ്കൂളാണ് കേട്ടോ, കുട്ടമംഗലത്തെ ഒരു സ്കൂളാണ്, വലിയ സ്കൂളാണ്, +2 വരെയൊക്കെ ഉണ്ട്. പിന്നില്ലേ ഇവിടെ തന്നെ നമ്മുടെ ഒരു യൂട്യൂബറായിട്ടൊരു ശ്രുതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബർ താമസിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ക്വാർട്ടേഴ്സിൽ. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ഇങ്ങനെ സ്ഥലം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ന് ഇവിടെ പോകുമല്ലോ, മിക്കപ്പോഴും പോകുമ്പോൾ അത് വീഡിയോസിൽ ഇങ്ങനെ സ്ഥലം പറഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് അത് ഇവിടെയാണ് താമസിക്കണതെന്നുള്ളത് കേട്ടോ. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് കേട്ടോ, ക്വാർട്ടേഴ്സാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. ഞങ്ങളിപ്പോൾ മുട്ടിൽ സെൻറ്ററിലെത്തി കേട്ടോ. ഇനി നമുക്ക് കൽപ്പറ്റയിലാണ് ഹോസ്പിറ്റൽ, ലിയോ ഹോസ്പിറ്റലിലാണ്. ഞാൻ തൃശ്ശൂർ ഉള്ളപ്പോൾ മദർ ഹോസ്പിറ്റലിലത്തെ അജിത മാഡത്തിനെയാണ് കാണിച്ചിരുന്നത് കേട്ടോ. ആളുടെ മരുന്ന് ദേവാനന്ദിൻ്റെ അമ്പാടിക്ക് സെറ്റായിരുന്നു. അതുപോലെ ഇവിടെ വന്ന സമയത്ത് ഞാൻ കുറേ ഡോക്ടർമാരെ മാറ്റി കാണിച്ചു, ഒന്നും ശരിയാവുണ്ടായിരുന്നില്ല. പിന്നീടാണ് സജിത്ത് ഡോക്ടറെ കാണിച്ചു തുടങ്ങിയത്. ഇപ്പോൾ സജിത്ത് ഡോക്ടറെ മരുന്നായിട്ട് ഇവർ ഓക്കെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. ഡോക്ടറും നമ്മുടെ അടുത്ത് പെരുമാറാനും ഓക്കെയാണ്. നമുക്ക് ചില ഡോക്ടർമാരുണ്ടല്ലോ കുട്ടികളുടെ അടുത്ത് പെരുമാറുന്ന രീതി പോലെ ഇരിക്കില്ല, അവർക്ക് അവരുടെ മരുന്ന് എഫക്റ്റ് ചെയ്യുക. അതുപോലെ നല്ല ഡോക്ടറാണ് കേട്ടോ. ദേവാനന്ദിനെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയി കാണിച്ചപ്പോൾ പനിയുടെ മരുന്നും അതുപോലെ തന്നെ അലർജിക്കുള്ളൊരു മരുന്ന് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു കഫക്കെട്ട് അങ്ങനെ വല്ലാണ്ടായിട്ടില്ല, കഫക്കെട്ട് കൂടാണെന്നുണ്ടെങ്കിൽ മാത്രം ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മതി. ഇപ്പോൾ പണ്ടത്തെ പോലെ ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കണില്ലല്ലോ കുട്ടികൾക്ക്. അപ്പോൾ പക്ഷേ ഇപ്പോൾ നല്ല ചുമയാണ്. ഇപ്പോൾ റെസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ചുമയായിരുന്നു, വല്ലാണ്ട് ക്ഷീണം അയാൾക്ക്, നല്ല ചുമയാണ്. അപ്പം എന്തായാലും ഇന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് എഴുതും. പിന്നെ ഛർദിയുടെ കാര്യമൊക്കെ പറയണേ. പിന്നെ അമ്പാടിക്കിന്നെ എന്തായാലും ഇന്ന് കാണിക്കും വേണം. അവനും നല്ല ചുമയുണ്ട്. പിന്നെ അവനും കൂടിയിട്ട് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിപ്പിടിക്കലും വയ്ക്കലൊക്കെ ആയ കാരണം അവനും ചുമ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൽപ്പറ്റയിലേക്ക് എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ, നല്ല ബ്ലോക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ജാതിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നല്ല ബ്ലോക്കാണ്. ഞങ്ങൾക്ക് 29 നമ്പർ, 11:45 ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ. പക്ഷേ 11 ആയിട്ടുള്ളൂ കേട്ടോ, 11 നമ്പർ ആയിട്ടുള്ളൂ. അപ്പോൾ കുട്ടേട്ടൻ പറഞ്ഞു നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് വരുമ്പോൾ കുടിക്കണ ഒരു ചായക്കടയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. കഞ്ഞിപ്പുര എന്ന് പറഞ്ഞിട്ട് അവിടെ കാണണം കേട്ടോ. അവിടെ പോയിട്ടാണ് ചായ കുടിക്കുക. അവിടെ നിന്ന് ഞങ്ങൾ വടയും ചായയും കഴിച്ചിട്ട് പോന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴേക്കും ഞങ്ങളുടെ നമ്പറായി 29 നമ്പർ. അപ്പോൾ ഞങ്ങൾ അമ്പാടീനെയും ദേവാനന്ദിനെയും കാണിച്ചു. അപ്പോൾ ദേവാനന്ദിന് ആൻറ്റിബയോട്ടിക് എഴുതിയിട്ടുണ്ട്, അമ്പാടിക്ക് ഒരു അലർജിയുടെ മരുന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഫാർമസിയിൽ ഭയങ്കര തിരക്കാണ്. മരുന്നൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ബസ് സ്റ്റാൻഡിൽ കുട്ടടം കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബസ് വന്നു. ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ഇനി ഒരു അരമണിക്കൂറാകുമ്പോഴേക്കും ഞങ്ങൾ വീടെത്തും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്